വറഹ്മത്തുള്ളാഹി വബറകാത്തു. 6ാം ക്ലാസ് വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട ഫിഖ്ഹിൻ്റെ കുറച്ച് മോഡൽ ചോദ്യങ്ങൾ. ഇത് വീഡിയോ ലോങ് ആയിരിക്കും, കാരണം വിശദീകരിച്ച് പറയുന്ന വീഡിയോ ആണ്. കുറേ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ഒന്ന് കൊടുക്കണം ഈ വീഡിയോക്ക്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യ പ്രവർത്തനം വ്യക്തമാക്കാം എന്നുള്ളതാണ് കേട്ടോ. 1. ഇരുന്ന് നിസ്കരിക്കുന്നവൻ്റെ ഏറ്റവും കുറഞ്ഞ റുക്കൂഅ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പരിപൂർണമായ റുക്കൂഅുണ്ട്, ഇരുന്ന് നിസ്കരിക്കുന്നവൻ്റെ ഏറ്റവും കുറഞ്ഞ റുക്കൂഅുണ്ട്. ഇവിടെ ഏറ്റവും കുറഞ്ഞതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ്? നെറ്റി കാൽമുട്ടുകളുടെ മുൻവശത്തേക്ക് നേരിടുന്ന നിലയിൽ കുനിയലാണ് ഇരുന്ന് നിസ്കരിക്കുന്നവൻ്റെ ഏറ്റവും കുറഞ്ഞ റുക്കൂഅ്. ചോദ്യം 2. ഗ്രഹണ നിസ്കാരം പൂർണ്ണമായതിൻ്റെ താഴെയുള്ള രൂപം. ഗ്രഹണ നിസ്കാരത്തിൽ നമ്മൾ ചുരുങ്ങിയ രൂപം പറയുന്നുണ്ട്, അതുപോലെ തന്നെ പൂർണ്ണമായതിൻ്റെ താഴെയുള്ള രൂപം പറയുന്നുണ്ട്. അതിൽ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? ഉത്തരം: പൂർണ്ണമായതിൻ്റെ താഴെയുള്ള രൂപം ഓരോ റക്അത്തിലും ഓരോ നൃത്തവും ഓരോ ഖിറാഅത്തും ഓരോ റുക്കൂഉം കൂടുതലാക്കലാണ്. ചോദ്യം 3. തസ്ബീഹ് നിസ്കാരത്തിലെ തസ്ബീഹിൻ്റെ വചനം ഏതാണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നതാണ്. ചോദ്യം 4. വിത്ർ 3 റക്അത്ത് നിസ്കരിക്കുന്നവൻ ഓതേണ്ട സൂറത്തുകൾ. ഒന്നാമത്തെ സൂറത്ത് ഏതാണ്? ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ അഅല, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, ആ സൂറത്താണ് ഓതേണ്ടത്. രണ്ടാമത്തതിൽ സൂറത്തുൽ കാഫിറൂൻ. മൂന്നാമത്തെ റക്അത്തിൽ, അതായത് 2 റക്അത്ത് നിസ്കരിച്ച് പിന്നെ ഒരു റക്അത്ത് കൂടെ നിസ്കരിച്ച് സലാം വീട്ടലാണ്. ആ മൂന്നാമത്തെ റക്അത്തിൽ അതിൽ 3 സൂറത്ത് ഓതണം. ഒന്ന് ഇഖ്ലാസും പിന്നെ മുഅവ്വിദതൈനി. മുഅവ്വിദതൈനി എന്ന് പറഞ്ഞാൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും. ഈ 2 സൂറത്തുകൾക്ക് പറയുന്ന പേരാണ് മുഅവ്വിദതൈനി. ചിലപ്പോൾ അങ്ങനെയും ചോദ്യം വരും കേട്ടോ. ഏതാണ് മുഅവ്വിദതൈനി ചോദിച്ചാൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും. അപ്പോൾ സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് എന്ന് എഴുതിയാൽ മതി. ചോദ്യം 5. ളുഹാ നിസ്കാരത്തിൻ്റെ കൂടിയ റക്അത്ത്. ചുരുങ്ങിയത് 2 റക്അത്താണ്, പക്ഷെ കൂടിയത് എത്രയാണ്? 8 റക്അത്താണ്. അതിൻ്റെ സമയം പഠിച്ചു വെക്കാം കേട്ടോ. 6. ചെരിഞ്ഞു കിടന്നു നിസ്കരിക്കുന്ന രൂപം. ഉത്തരം: മുഖവും ശരീര മുൻവശവും ഖിബിലക്ക് മുന്നിടുന്ന നിലക്ക് ചെരിഞ്ഞു കിടക്കണം. ചോദ്യം 7. പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീറുകൾക്കിടയിൽ ചൊല്ലേണ്ടത് ഏതാണ്? നേരത്തെ പറഞ്ഞ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഇതാണ് ചൊല്ലൽ സുന്നത്ത്. ചോദ്യം 8. വിത്ർ നിസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം പറയേണ്ടത് ഏതാണ്? സുബ്ഹാനല്ലാഹി മലിക്കുൽ ഖുദ്ദൂസ്, സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ്, സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ്. ഇതാണ് 3 തവണ ചൊല്ലേണ്ടത് കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനമാണ് സമയം എഴുതാം എന്നുള്ളത്. 1. സ്വലാത്തു തറാവീഹ്. ഇവിടെ ഓരോ നിസ്കാരം തന്നിട്ടുണ്ട്. ഓരോ നിസ്കാരത്തിൻ്റെയും സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1. സ്വലാത്തു തറാവീഹ്. തറാവീഹ് നിസ്കാരത്തിൻ്റെ സമയം ഇശാ നിസ്കാരത്തിൻ്റെയും ഫജ്റിൻ്റെയും ഇടയിലാണ്. 2. സ്വലാത്തുൽ വിത്ർ. വിത്ർ നിസ്കാരം, അതിൻ്റെ സമയം ഇശാ നിസ്കാരത്തിൻ്റെയും ഫജ്ർ സ്വാദിഖിൻ്റെയും ഇടയിലുള്ള സമയമാണ്. 3. സ്വലാത്തുൽ ഖുസൂഫൈൻ. 2. ഗ്രഹണ നിസ്കാരങ്ങൾ, ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും. ഇതിൻ്റെ സമയം എപ്പോഴാണ്? ഗ്രഹണം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെയാണ് അതിൻ്റെ സമയം. 4. സ്വലാത്തുൽ ഈദൈൻ. 2 പെരുന്നാൾ നിസ്കാരം, അതിൻ്റെ സമയം സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ചവരെയാണ് അതിൻ്റെ സമയം. ഇനി 5 സ്വലാത്തുൽ ളുഹ, ളുഹ നിസ്കാരത്തിൻ്റെ സമയം
സൂര്യൻ ഉദിച്ചു ഉയർന്നത് മുതൽ ഉച്ചവരെയാണ് അതിൻ്റെ സമയവും. ഇനി അടുത്ത പ്രവർത്തനമാണ് പൂരിപ്പിക്കാം എന്നുള്ളത്. പൂരിപ്പിക്കാൻ വരുന്ന വരികൾ തന്നെയാണ്. ഒന്ന്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽബസു ഡാഷ് ഫ ഇന്നഹ ഡാഷ് ഫിഹ മൗതാക്കും. പൂരിപ്പിച്ചു കൊടുക്കുക. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽബസു മിൻ സിയാബിക്കുമുൽ ബയാദ ഫ ഇന്നഹ മിൻ ഖൈരി സിയാബിക്കും വകഫിനു ഫിഹ മൗതാക്കും. ഇനി 2, ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ഇരുത്തം ഏത് രൂപത്തിലാകാമെങ്കിലും ഡാഷ് ഇരുത്തമാണ് അഫ്ളൽ. പൂരിപ്പിച്ചു കൊടുക്കാം. ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ഇരുത്തം ഏത് രൂപത്തിലിരിക്കാമെങ്കിലും ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് അഫ്ളൽ. ഇനി 3, മസ്ബൂക്ക് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ ഡാഷ് ഓതണം. പൂരിപ്പിക്കാൻ വരുന്ന വരികൾ തന്നെയാണ്. മസ്ബൂക്ക് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ ഫാത്തിഹ ഓതണം. 4, ഫർള് നിസ്കാരങ്ങളുടെ ജമാഅത്ത് പുരുഷന്മാർക്ക് ഡാഷ് വെച്ചാണ് അഫ്ളൽ. അത് നമുക്ക് സ്വലാത്തുൽ ജമാഅത്ത് എന്നുള്ള പാഠത്തിൽ കാണാം. ഫർള് നിസ്കാരങ്ങളുടെ ജമാഅത്ത് പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ചാണ് അഫ്ളൽ. ചിലപ്പോൾ അവിടെ സ്ത്രീകൾക്ക് അഫ്ളൽ വീട്ടിൽ വെച്ചാണ്. അതിനുള്ള തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ ഖൈറു മസാജിദിൻ നിസാഇ ഖഉറു ബുയൂത്തിഹിന്ന എന്ന് പറയുന്ന നബി തങ്ങളുടെ ഹദീസ് ഉണ്ട്. ഇനി അടുത്തത് 5, തഹജ്ജുദിൽ റക്അത്തുകൾ അധികരിപ്പിക്കുന്നതിനേക്കാൾ പുണ്യം ഡാഷ്. തഹജ്ജുദ് നിസ്കാരത്തിൽ റക്അത്തുകൾ അധികരിപ്പിക്കുന്നതിനേക്കാൾ പുണ്യം നൃത്തം നീളമാക്കലാണ്. 6, വിത്ർ ചുരുങ്ങിയത് ഒരു റക്അത്തും പൂർണ്ണമായത് ഡാഷ് റക്അത്തുമാണ്. പൂരിപ്പിച്ചു കൊടുക്കാം. വിത്ർ ചുരുങ്ങിയത് ഒരു റക്അത്തും പൂർണ്ണമായത് 11 റക്അത്തുമാണ് വിത്ർ നിസ്കാരം. 7, ഇന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഡാഷ് അലൈഹിമ. ഇത് നമുക്ക് 2ാമത്തെ പാഠമുണ്ടല്ലോ റോഹസു, അതിൽ കാണാൻ കഴിയും. ഇന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റഖസ ലിൽ മുസാഫിരി 3 അയ്യാമിൻ വലയാലിയഹുന്ന വലൽ മുഖീമി യൗമൻ വലൈലത്തൻ ഇദാ തത്ഹറ ഫലബിസ ഖുഫൈഹി അയ്യംസഹ അലൈഹിമ. ഇനി അടുത്തത് 8, യകൂനു ഖൗമുൻ ഡാഷ് റായിഹത്തുൽ ജന്ന. യകൂനു ഖൗമുൻ ഫി ആഖിരി സമാനി യഖ്ലിബൂന ബിസ്സവാദി കഹവാസിലിൽ ഹമാമി ലാ യരീഹൂന റായിഹത്തുൽ ജന്ന. അലൈക്കും ഡാഷ് അനിൽ ജസദി. പൂരിപ്പിച്ചു കൊടുക്കാം. അലൈക്കും ബി ഖിയാമിൽ ലൈലി ഫഇന്നഹു ദഅബു സ്വാലിഹീന ഖബ്ലക്കും വമഖറബത്തുൻ ലക്കും ഇലാ റബ്ബിക്കും വമഗ്ഫറത്തുൻ ലിസ്സയ്യിആതി വമൻഹാത്തുൻ അനിൽ ഇസ്മി വമത്റദത്തുൻ ലിദ്ദാഇ അനിൽ ജസദി. ഇനി 10, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല ഡാഷ് റക്അത്തൈനി. പൂരിപ്പിച്ചു കൊടുക്കാം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റക്അത്തൈനി. പൂരിപ്പിക്കാനുള്ളതിൽ 11, മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഡാഷ് റക്അത്തൻ. മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അത്തൻ. ഇനി അടുത്തത് മൻ ഹാഫിള ഡാഷ് വ അർബഇൻ ഡാഷ് അല നാരി. അവിടെ മൻ ഹാഫിള എന്നാണ് കേട്ടോ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം
മൻ ഹാഫള അല അർബഇ റക്അത്തിൻ ഖബല അൽ-ളുഹ്രി വ അർബഇൻ ബഅദഹ ഹറമഹുല്ലാഹു അലന്നാർ. 13 മൻ സ്വല്ല ബഅദ ഡാഷ് കുതിബത ഫി ഇല്ലിയീൻ. എന്താണ്? മൻ സ്വല്ല ബഅദൽ മഗ്രിബി റക്അത്തൈനി ഖബല അൻ യതകല്ലമ കുതിബത ഫി ഇല്ലിയീൻ. ഇനി പൂർത്തിയാക്കാം. 1 ളുഹാ നിസ്കാരം ശരിയായ മുഅ്മിനിൻ്റെ ഡാഷ് അടയാളമാണ്. 2 പുരുഷനായ ഒരു മഅ്മൂമ് ഇമാമിൻ്റെ ഡാഷ് അല്പം പിന്തി നിൽക്കണം. പുരുഷനായ ഒരു മഅ്മൂം ഇമാമിൻ്റെ വലത് ഭാഗത്ത് അല്പം പിന്തി നിൽക്കണം. 3 സുന്നത്തായ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. സുന്നത്തായ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് സുന്നത്ത് നിസ്കാരം. ഇനി അടുത്തത് 4 ഹലാലായ യാത്രയിലെ ഡാഷ് ഖിബ്ലക്ക് മുന്നിടേണ്ടതില്ല. പൂരിപ്പിച്ചു കൊടുക്കാം. ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിലും ഖിബ്ലക്ക് മുന്നിടേണ്ടതില്ല. ഇനി 5 ഒന്നിലധികം പേർ ഒരുമിച്ച് നിസ്കരിക്കുന്നതിനാണ് ഡാഷ്. ഒന്നിലധികം പേർ ഒരുമിച്ച് നിസ്കരിക്കുന്നതിനാണ് ജമാഅത്ത് എന്ന് പറയുന്നത്. 6 തറാവീഹ് നിസ്കാരത്തിൻ്റെ സമയം ഇശാ നിസ്കാരത്തിൻ്റെയും ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. തറാവീഹ് നിസ്കാരത്തിൻ്റെ സമയം ഇശാ നിസ്കാരത്തിൻ്റെയും ഫജ്ർ സ്വാദിഖിൻ്റെയും ഇടയിലുള്ളതാണ്. 7 അൽ വിത്റു ഹഖ്കുൻ അലാ ഡാഷ്. അൽ വിത്റു ഹഖ്കുൻ അലാ കുല്ലി മുസ്ലിമി. അടുത്ത പ്രവർത്തനമാണ്. അതിന് മുന്നേ ഒന്നുകൂടെ ഉണ്ട്. 8 മാക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അല ഡാഷ് അല 11 റക്അത്തൻ. ഇനി അടുത്ത പ്രവർത്തനം യോജിപ്പിക്കാം എന്നുള്ളതാണ്. 1 വില കൂടിയ വസ്ത്രമാണ് അഫ്ളൽ. വില കൂടിയ വസ്ത്രം ധരിക്കൽ അഫ്ളൽ എപ്പോഴാണ്? യോജിപ്പിക്കാം എന്നുള്ളതിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. വില കൂടിയ വസ്ത്രമാണ് അഫ്ളൽ. വില കൂടിയ വസ്ത്രമാണ് അഫ്ളൽ. അത് ശരിക്ക് പെരുന്നാൾ ദിവസമാണ് കേട്ടോ. പെരുന്നാൾ ദിവസം അതിൽ ഇടതു ഭാഗത്ത് 2 തറാവി കൊടുത്തത് കൊണ്ട് ഒന്ന് ശരിക്ക് പെരുന്നാളാണ്. ടൈപ്പ് ചെയ്തത് തെറ്റിപ്പോയതാണ്. 2 സുജൂദ് ചെയ്യൽ സുന്നത്തുള്ള ആയത്തുകൾ എത്രയാണ്? 14 ആയത്തുകളാണ് സുജൂദ് ചെയ്യൽ സുന്നത്തുള്ളത്. ഇനി 3 ശരിയായ മുഅ്മിനിൻ്റെ അടയാളം ഏത് നിസ്കാരമാണ്? ഇവിടെ കാണാം ളുഹാ നിസ്കാരം. 5 4 ചന്ദ്രഗ്രഹണ നിസ്കാരത്തിൽ ഓതേണ്ടത്. ചന്ദ്രഗ്രഹണമാണെങ്കിൽ അവിടെ ഉച്ചത്തിലാണ് ഓതേണ്ടത്. ഇവിടെ കാണാം ഉച്ചത്തിലാണ്, ഉറക്കെയാണ് ഓതേണ്ടത്. 5 സൂര്യഗ്രഹണ നിസ്കാരത്തിൽ ഓതേണ്ടത്. അതെങ്ങനെയാണ്? പതുക്കെ അല്ലേ? ഇവിടെയുണ്ട് പതുക്കെ. ഇനി അടുത്തത് വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ. വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ എന്ന് പേരുള്ളത് എന്തിനാണ്? തറാവീഹ്. തറാവീഹിന് വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ എന്നൊരു പേരുണ്ട്. 8
നിസ്കാരം നിർവഹിക്കുന്നതിനുള്ള തടസ്സങ്ങൾ ഏതാണ്? ഹൈള്, നിഫാസ്, ഇതാണ് തടസ്സങ്ങൾ. ഇനി 9 ജുമഅയിൽ ജമാഅത്ത്, ജുമാ നിസ്കാരത്തിൽ ജമാഅത്താക്കുക എന്നത് എന്താണ്? ഫർള് ഐനാണ്. ഇനി 10 5 വക്ത് നിസ്കാരത്തിൽ പുരുഷന്മാർക്ക് ജമാഅത്ത് എന്താണ്? ശക്തിയായ സുന്നത്താണ്, ശക്തിയായ സുന്നത്താണ്. പിന്നെ 11 സ്വലാത്തുൽ ജമാഅത്തി അഫ്ളു മിൻ സ്വലാത്തുൽ ഫർദി എന്താണ്? ബിസബഇൻ വ 27 ഇരട്ടിയാണ് പ്രതിഫലം. ഇതിൽ കൊടുത്തിട്ടില്ല. 12 ഖൈറു മസാജിദിൻ നിസാ, സ്ത്രീകൾക്ക് പള്ളിയേക്കാൾ നല്ലത് എന്താണ്? ഖഅറു ബുയൂത്തിഹിന്ന, അവരുടെ വീടാണ്. ഇനി 13 റമളാനിൽ മാത്രമുള്ള സുന്നത്ത് നിസ്കാരം, അതേതാണ്? തറാവി നിസ്കാരം. അതിൻ്റെ ബാക്കി താഴത്തുണ്ടായിരുന്നു. ഇനി അടുത്ത് നോക്കാം. 4 റക്അത്തുകൾക്ക് നിശ്ചിത കണക്കില്ലാത്ത സുന്നത്ത് നിസ്കാരം. 4 റക്അത്തുകൾക്ക് നിശ്ചിത കണക്കില്ല, അതേതാണ്? എവിടെ കാണാം? തസ്ബീഹ് നിസ്കാരമാണ് കേട്ടോ. ഇനി അടുത്തത് 15 കാരണമില്ലാതെ തഹിയ്യത്ത് നിസ്കാരം ഒഴിവാക്കൽ, അതിൻ്റെ വിധി കറാഹത്താണ്. 16 റക്അത്തുകൾക്ക് നിശ്ചിത കണക്കില്ലാത്ത സുന്നത്ത് നിസ്കാരം, അതേതാണ്? തഹജ്ജുദാണ്, മുകളിലുണ്ട്. 17 നെഞ്ചുകൊണ്ടും മുഖം കൊണ്ടും ഖിബ്ലക്ക് മുന്നിടണം. ആരാണ് അങ്ങനെ ചെയ്യേണ്ടത്? അത് ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കുന്നവരാണ്. 18 മുഖം കൊണ്ട് ഉള്ളൻ കാലുകൊണ്ടും ഖിബ്ലക്ക് മുന്നിടണം. അത് മലർന്ന് കിടക്കുന്ന നിസ്കരിക്കുന്നവരാണ്. ഇവിടെ കാണാൻ കഴിയും. ഇനി അടുത്ത പ്രവർത്തനം തെറ്റ് ശരിയാക്കാം. 1 ഇരുന്ന് നിസ്കരിക്കുന്നവന് തവറുക്കിൻ്റെ ഇരുത്തമാണ് അഫ്ളൽ. അവിടെ തെറ്റാണ്, തവറുക്കല്ല, ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് അഫ്ളൽ. 2 ജമാഅത്തിൽ ചുരുങ്ങിയത് 1 ഇമാമും 2 മഅ്മൂമും ആണ്. തെറ്റാണ്, 1 ഇമാമും 1 മഅ്മൂമുമാണ് കേട്ടോ, 2 അല്ല 1. ഇനി അടുത്തത് 3 വസ്വാസുള്ളവനോട് തുടരൽ ഹറാമാണ്. തെറ്റാണ്, കറാഹത്താണ്. വസ്വാസുള്ളവനോട് തുടരൽ കറാഹത്താണ്. അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. 1 സുജൂദ് വേണ്ട പോലെ ചെയ്യാൻ കഴിയാത്തവർ തലയണ പോലെയുള്ളവ വെക്കൽ വാജിബാണ്. എപ്പോൾ? എൻ്റെ ഉത്തരം മുഖം കിബിലയിലേക്ക് ആവാൻ വേണ്ടി തലയണ പോലെയുള്ളത് വെക്കൽ വാജിബാണ്. 2 ആട്, മാട്, ഒട്ടകങ്ങളെ കാണുമ്പോൾ തക്ബീർ സുന്നത്താണ്. ഏതു ദിവസങ്ങളിൽ? ഉത്തരം ദുൽഹിജ്ജ 10 ദിവസം ആട്, മാട്, ഒട്ടകങ്ങളെ കാണുമ്പോൾ അവയുടെ ശബ്ദം കേൾക്കുമ്പോഴോ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. 3 സുജൂദ് സഹ്വി എന്നതിൽ സഹ്വ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഉത്തരം നിസ്കാരത്തിൽ സംഭവിക്കുന്ന ചില ഇടർച്ചകളാണ് സഹ്വ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4 ഇസ്തിസ്ഖാ നിസ്കാരം എന്നാൽ എന്ത്? ഉത്തരം വെള്ളമില്ലാതാവുകയോ ഉപ്പ് രസമാവുകയോ ആവശ്യത്തിന് വെള്ളം തികയാതിരിക്കുകയോ ചെയ്യുമ്പോൾ നിർവഹിക്കപ്പെടുന്ന സുന്നത്തായ നിസ്കാരമാണ് മഴയെ തേടുന്ന നിസ്കാരം, അതായത് സ്വലാത്തുൽ ഇസ്തിസ്ഖാ. ഇനി 5 ഇസ്ലാം നൽകിയ 3 ആനുകൂല്യങ്ങളിൽ നിന്ന് 2 എഴുതാം. 1 ഹുഫ ധരിക്കുക, 2 തയമ്മും. ഇനി അടുത്ത ചോദ്യം 6 തഹജ്ജുദ് നിസ്കാരത്തിൽ റക്അത്തുകൾ അധികരിപ്പിക്കുന്നതിനേക്കാൾ പുണ്യം എന്താണ്? അവിടെ റക്അത്ത് നിസ്കരിക്കുക എന്നത് അതിനേക്കാൾ നല്ല കാര്യം നൃത്തം നീളമാക്കലാണ്. ഇനി 7 പുരുഷനായ ഒരു മഅ്മൂമ് നിൽക്കേണ്ടത് എങ്ങനെ? പുരുഷനായ ഒരു മഅ്മൂമ് ഇമാമിൻ്റെ വലത് ഭാഗത്ത് അല്പം പിന്തി നിൽക്കണം.
8. പരസ്യമായി ജമാഅത്ത് നിസ്കാരം ആദ്യമായി എവിടെയാണ് നടന്നത്? ഉത്തരം മദീനയിൽ. ചോദ്യം 9. മഴയെ തേടുന്ന നിസ്കാരം എന്നാൽ എന്താണ്? ഉത്തരം വെള്ളമില്ലാതാവുകയോ ഉപ്പ് രസമാവുകയോ ആവശ്യത്തിന് വെള്ളം തികയാതിരിക്കുകയോ ചെയ്യുമ്പോൾ നിർവഹിക്കപ്പെടുന്ന സുന്നത്തായ നിസ്കാരമാണ് മഴയെ തേടുന്ന നിസ്കാരം. ചോദ്യം 10. റക്അത്തുകൾക്ക് നിശ്ചിത കണക്കില്ലാത്ത നിസ്കാരം ഏത്? അത് തഹജ്ജുദാണ്. ഇനി ചോദ്യം 11. തുടരൽ കറാഹത്തായവർ ആരോടെല്ലാം? തുടരൽ കറാഹത്താണ് ആരോടെല്ലാം? ഉത്തരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫാസിഖ്, മുബ്തദിഅ്, വസ്വാസുള്ളവൻ, അർത്ഥം വ്യത്യാസപ്പെടാത്ത തെറ്റുകൾ ഓതുന്നവൻ, ഇവരോടൊക്കെ തുടരൽ കറാഹത്താണ്. ഇനി അടുത്ത ചോദ്യം 12. ഇസ്തിഖാറത്ത് നിസ്കാരം ശേഷം എന്താണ് ദുആ ചെയ്യേണ്ടത്? ഉത്തരം ഉദ്ദേശിച്ച കാര്യം നന്മയുള്ളതാണെങ്കിൽ എളുപ്പമാകാനും തിന്മയാണെങ്കിൽ തട്ടിക്കളയാനും മറ്റുമാണ് ദുആ ചെയ്യേണ്ടത്. ചോദ്യം 13. തഹിയ്യത്ത് നിസ്കരിക്കാൻ സൗകര്യപ്പെടാത്തവൻ 4 പ്രാവശ്യം പറയൽ സുന്നത്താണ് എന്ത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് 4 പ്രാവശ്യം ചൊല്ലിയാൽ മതി. ചോദ്യം 14. മസ്ബൂഖ് എന്നാൽ ആരാണ്? ഉത്തരം ഇമാമിൻ്റെ നൃത്തത്തിൽ നിന്ന് ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവനാണ് മസ്ബൂഖ്. ചോദ്യം 15. മുനാഫിക്ക് ഓതാത്ത സൂറത്ത് ഏത്? സൂറത്തുൽ കാഫിറൂൻ. ചോദ്യം 16. പുരുഷന് പട്ട് ധരിക്കാം എപ്പോഴാണ്? ഔറത്ത് മറക്കാൻ മറ്റൊന്നും ലഭിക്കാത്ത അവസരം പുരുഷന് പട്ട് ധരിക്കൽ അനുവദനീയമാണ്. ഇനി അടുത്ത പ്രവർത്തനം 2 വീതം ഉദാഹരണം എഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം തുടർച്ച സ്വഹിയാകാനുള്ള ഷർത്തുകൾ. ഒന്നെന്താണ്? തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി എന്ത് ചെയ്യുക? തുടർച്ചയെ കരുതുക. അതുപോലെ ഇമാമിനേക്കാൾ മടമ്പ് കാൽ കൊണ്ട് മുന്താതിരിക്കുക. മറ്റൊന്ന് ഇമാമിൻ്റെ പോക്ക് വരവുകളെ മഅ്മൂം അറിയാം. ഇനിയും കുറേ പറയുന്നുണ്ട്, ഒക്കെ പഠിച്ചു വെക്കുക. ചോദ്യം 2. ഇമാമിൻ്റെ ഷർത്തുകൾ. ഇമാമിനുള്ള ഷർത്തുകൾ എന്തൊക്കെയാണ്? 1. മഅ്മൂം പുരുഷനോ ഖുൻസയോ ആണെങ്കിൽ ഇമാമ് പുരുഷനായിരിക്കുക. 2. മഅ്മൂം ഓതാൻ അറിയാത്തവനാണെങ്കിൽ ഇമാമ് ഓതാൻ അറിയുന്നവനായിരിക്കുക. 3. ഇമാമ് മറ്റൊരാളോട് തുടർന്ന് നിസ്കരിക്കുന്നവൻ അല്ലാതിരിക്കുക. 4. ഇമാം നിസ്കാരം മടക്കൽ വാജിബായവൻ അല്ലാതിരിക്കുക. 5. മഅ്മൂമിൻ്റെ വിശ്വാസത്തിൽ ഇമാമിൻ്റെ നിസ്കാരം സ്വഹിയായിരിക്കുക. ഇനി ചോദ്യം 3. സുജൂദ് തിലാവത്ത് നിസ്കാരത്തിൽ അതിനുള്ള ഫർളുകൾ. സുജൂദ് തിലാവ ഓത്തിൻ്റെ സുജൂദ്, അത് നിസ്കാരത്തിലാണെങ്കിൽ അതിനുള്ള ഫർളുകൾ. നിസ്കാരത്തിൽ എന്ത് ചെയ്താൽ മതി? നിസ്കാരത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ഒറ്റ സുജൂദ് ചെയ്താൽ മതി, പ്രത്യേക നിയ്യത്തൊന്നും വേണ്ട. ഇവിടെ ചോദ്യം ശരിക്കും തെറ്റായി പോയതാണ്. നിസ്കാരത്തിൽ അല്ലെങ്കിൽ അതിലുള്ള ഫർളുകളാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 4 എണ്ണം ഉണ്ട്. 1 നിയ്യത്താണ്, അതായത് ഞാൻ തിലാവത്തിന് വേണ്ടി ഞാൻ സുജൂദ് ചെയ്യുന്നുവെന്ന് കരുതുക. 2 തക്ബീറത്തുൽ ഇഹ്റാം. 3 ഒരു സുജൂദ് ചെയ്യുക. 4 സലാം വീട്ടുക. അതാണ് ചെയ്യേണ്ടത് നിസ്കാരത്തിലല്ലെങ്കിൽ. ഇനി അടുത്ത ചോദ്യം, ഖുഫിൻ്റെ മേൽ തടവൽ അനുവദനീയമാകാനുള്ള ഷർത്തുകൾ. ഒന്നെന്താണ്? ഖുഫ് ശുദ്ധിയുള്ളതായിരിക്കുക. 2 ഞെരിയാണി ഉൾപ്പെടെ മറയുന്നതായിരിക്കണം. 3 ഉള്ളിലേക്ക് വെള്ളം കടക്കാതിരിക്കുന്നതായിരിക്കണം. 4 ഖുഫ് ധരിച്ചു നടക്കാൻ കഴിവുള്ളതായിരിക്കണം. 5 പൂർണ്ണമായി വുളൂ ചെയ്ത ശേഷം ധരിച്ചതായിരിക്കണം. ഇനി അടുത്തത് തുടരൽ കറാഹത്തുള്ളവർ. ഫാസിഖ്, മുബ്തദിഅ്, അർത്ഥവ്യത്യാസപ്പെടാത്ത ഓതുന്നവന്, അതുപോലെ വസ്വാസുള്ളവർ, ഇവരോടൊക്കെ തുടരൽ കറാഹത്താണ്. ഇനി അടുത്തത് ജമാഅത്ത് സുന്നത്ത് നിസ്കാരങ്ങൾ. തറാവീഹ് എഴുതുക, 2 പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരം, ഇതൊക്കെ എന്ത് ചെയ്യുക? അതിലെഴുതുക. പക്ഷെ എന്ത് പറ്റില്ല? തസ്ബീഹ് പറ്റില്ല കേട്ടോ. തസ്ബീഹ് സുന്നത്തില്ല ജമാഅത്ത്.
ഇനി അടുത്തത് വിധികൾ എഴുതാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അവയവ വണ്ണം കാണിക്കുന്ന ഇറുകിയ വസ്ത്രം സ്ത്രീ ധരിക്കൽ, അതിൻ്റെ വിധി എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പുരുഷന്മാർക്ക് നല്ലതല്ല, ഉത്തമമല്ല. 2, റമളാൻ അവസാന പകുതിയിലെ വിത്റിൽ ഖുനൂത്ത് ഓതൽ, അതെന്താണ്? സുന്നത്താണ്. ചോദ്യം 3, തറാവീഹിലെ എല്ലാ 2 റക്അത്തുകളിലും സലാം വീട്ടൽ നിർബന്ധമായും സലാം വീട്ടണം. ഇനി അടുത്തത് 5 വക്ത് നിസ്കാരം പുരുഷന്മാർക്ക് ജമാഅത്തായി നിസ്കരിക്കൽ, അതിൻ്റെ വിധി സുന്നത്തു മുഅക്കദത്തുൻ, അതായത് ശക്തിയായ സുന്നത്ത്. 5, ജുമാ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കൽ, അത് ഫർള് ഐനാണ്. 6, പുരുഷൻ ഒരു വെള്ളിമോതിരം ധരിക്കൽ, ഒരു വെള്ളിമോതിരം, അത് സുന്നത്താണ്. 7, ഇമാമിനോട് മടമ്പുകാൽ കൊണ്ട് സമമായി നിൽക്കൽ, അത് കറാഹത്താണ്. 8, വിത്ർ ഒരു റക്അത്ത് പതിവായി നിസ്കരിക്കൽ കറാഹത്താണ്. 9, പുരുഷൻ താടി വടിക്കൽ ഹറാം. ഇനി അടുത്ത പ്രവർത്തനമാണ് സാരം എഴുതാം. 1, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖ്റുജു യൗമുൽ ഫിത്രി ഹത്താ യത്അമ വലാ യത്ഗമു യൗമുൽ അദ്ഹ ഹത്താ യുസല്ലി. അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ പെരുന്നാളിൻ്റെ ദിവസം ഭക്ഷണം കഴിക്കാതെ പുറപ്പെടുമായിരുന്നില്ല നിസ്കാരത്തിന്. വലിയ പെരുന്നാൾ ദിവസം നിസ്കരിക്കുന്നതിന് വരെ ഭക്ഷണം കഴിക്കുകയുമില്ല. ഇതോടുകൂടെ നമ്മുടെ ഫിഖ്ഹിലെ ചോദ്യോത്തരങ്ങളൊക്കെ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. മദ്രസയുമായി ബന്ധപ്പെട്ട വാർഷിക പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന ഒരു സൈറ്റാണ് പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് madrasa.guide എന്ന് കൊടുക്കുക. madrasa.guide സ്പേസ് കളയണേ. അതിനുശേഷം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സൈറ്റിലേക്ക് വരും. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമായ ഓരോ ചാപ്റ്ററിൻ്റെയും തിരഞ്ഞെടുത്ത ചോദ്യോത്തരങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് 4ാം ക്ലാസ് ഒന്ന് നോക്കി നോക്കാം. താരീഖിൽ കുറച്ച് ചോദ്യങ്ങൾ വരും, നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ കുറേ ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പല ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വന്നിട്ടുമുണ്ട് ഇതിൽ.